ഇന്ന് ഒരുപാട് പേരുടെ മനസ്സിൽ ഒരു വേദന ഇരിക്കുകയാണ്. എനിക്ക് തന്നെ ചിലപ്പോൾ ഒരു സംഗതി തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുകയാണ്, ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു. ആ ബുദ്ധിമുട്ട് വന്ന് നമ്മൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഏതെങ്കിലും ഒരാളുടെ പീഡനം ഏറ്റുകൊണ്ടിരിക്കുകയാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് വേറെ വല്ലവരും അറിയണുണ്ടോ? ഇത് ദൈവം കാണുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന അടിസ്ഥാനപരമായ ഒരു പീഡയാണ്. ഇത് ദൈവം അറിയണുണ്ടോ? ശരിക്കും ദൈവം എന്നെ സ്നേഹിക്കണുണ്ടോ? ശരിക്കും ദൈവം എൻ്റെ കൂടെ ഉണ്ടോ? ശരിക്കും ഇപ്പോൾ ദൈവം കാണുന്നുണ്ടോ? ഇത് മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുക. കാര്യം വിശ്വാസമെല്ലാം ഉണ്ട്, ഇല്ലെന്നൊന്നും പറയണില്ല. വിശ്വാസമെല്ലാം ശരിക്കും ഉണ്ട്. അത് ആ വിശ്വാസ പ്രമാണം ചെല്ലുന്ന സമയത്തുള്ള വിശ്വാസമൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 7-ഉം 8-ഉം തിരുലിഖിതങ്ങൾ കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേലാളന്മാരുടെ ക്രൂരത നിമിത്തം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഹോറബിലെ മുൾപടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം മോശയോട് പറയാണ്, മോസസ്, ഇതാ ഈജിപ്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ നിലവിളി എൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. അവരുടെ രോദനം ഞാൻ കേട്ടു. അവരുടെ വേദന ഞാൻ കണ്ടു. അവരുടെ ദുരിതങ്ങൾ ഇതാ ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറയണത് എന്താ? ദൈവം കാണുന്നില്ല, ദൈവം അറിയുന്നില്ല, ദൈവം കേൾക്കുന്നില്ല, ദൈവം ഇതൊന്നും അറിയുന്നില്ലേ? നമ്മുടെ മനസ്സിന്റെ സംശയമാണ്. ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ദൈവം ഇതൊന്നും അറിയുന്നില്ലേ? അകാരണമായി തകർക്കപ്പെടുകയോ വേദനിപ്പിക്കപ്പെടുക, നിന്ദിക്കപ്പെടുകയോ ചെയ്യുന്ന അന്തരീക്ഷമായിരിക്കാം. ഒരു തെറ്റും ചെയ്യാതെ കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യമാകാം. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരികയാണ്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ? പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 7-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഇതാ ഞാൻ കാണുന്നുണ്ട്, ഇതാ ഞാൻ അറിയുന്നുണ്ട്, ഇതാ അവരുടെ വേദന എൻ്റെ ഹൃദയത്തിൽ ഞാൻ അറിയുന്നു, അവരുടെ ക്ലേശങ്ങൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ഇതാ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്യം പറഞ്ഞാൽ, ദൈവത്തെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നെ അറിയുന്ന ദൈവമായിട്ടാണ്. എൻ്റെ ദൈവം എന്നെ അറിയുന്ന ദൈവമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 6-ാമത്തെ 7-ാമത്തെ തിരുലിഖിതം പഠിപ്പിച്ചിരിക്കുകയാണ്, 5 കുരുവികൾ 2 നാണയത്തോടിന് വിൽക്കപ്പെടുന്നില്ലേ? ആ ചന്തയിൽ, ആ ജനക്കൂട്ടത്തിനിടയിൽ ആ വിൽക്കപ്പെടുന്ന 5 കുരുവികൾ ഒരെണ്ണം പോലും സ്വർഗസ്ഥനായ പിതാവിന്റെ അറിവ് കൂടാതെ നിലം പതിക്കുകയില്ല. എന്നിട്ട് ഈശോ പറയാണ്, ഈ തലയിൽ നിന്ന് ഒരു തലനാരിഴ നിലത്തേക്ക് വീഴുമ്പം അതും സ്വർഗസ്ഥനായ പിതാവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ദൈവം എന്നെ അറിയുന്ന ദൈവമാണ്. ആ ദൈവം എൻ്റെ വേദന അറിയുക മാത്രമല്ല, എൻ്റെ വേദന അറിയുമ്പോൾ എൻ്റെ ആ വേദനയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്ന ദൈവം കൂടെയാണ് ബൈബിളിലെ ദൈവമെന്ന് വിശുദ്ധ ലിഖിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 8-ാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരു രംഗം കാണുന്നുണ്ട്. ഇതാ ഫിലിപ്പോസ് സുവിശേഷ വേല കഴിഞ്ഞ് അല്പ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഇടപെട്ടു, ഫിലിപ്പോസ്, ഫിലിപ്പോസ്, ഹറിയപ്പ്, ഹറിയപ്പ്. ഉടനെ ഫിലിപ്പോസ് ചോദിച്ചു, പരിശുദ്ധാത്മാവേ എന്തത്ര അർജന്റ്? ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നോ നോ നോ, ഹറിയപ്പ്, ഹറിയപ്പ്, നീ വേഗം എഴുന്നേൽക്ക്, നീ ഇവിടുന്ന് ഓടിച്ചെല്ലുക. എന്നിട്ട് ഇതാ ജെറൂസലേമിൽ നിന്ന് ഗാസയിലേക്കുള്ള ആ പാത, ആ വിജനമായ പാത, അതിന്റെ വക്കത്ത് പോയി നിൽക്കുക. അതാണ് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 26-ഉം 27-ഉം തിരുലിഖിതങ്ങൾ. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറൂസലേമിൽ നിന്ന് ഗാസയിലേക്കുള്ള പാതയിലെത്തുക. അത് ഒരു വിജന പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിജനപാത, വണ്ടികൾ അധികമൊന്നുമില്ല. അന്ന് പണ്ട് കാലത്ത് വല്ല രഥങ്ങൾ വല്ലപ്പോഴും വന്നാലായി, എല്ലാവർക്കും വണ്ടിയില്ലാത്ത കാലമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ആ വിജനപാതയിൽ ആളുകൾ അധികം നടക്കാനില്ല, ഒരു വിജനപാത. ആ വിജനപാതയിൽ ഇതാ ഫിലിപ്പോസ് എന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ജെറൂസലേമിൽ നിന്ന് ഗാസയിലേക്കുള്ള പാതയിൽ
എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ മന്ദം മന്ദം രഥത്തിൽ വരികയാണ്. ആകെ ഒരാളുണ്ട് റോട്ടിൽ, എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ. ഉടനെ പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഓടിച്ചെന്ന് ആ രഥത്തോട് ചേർന്ന് നടക്കുക. അതാണ് അടുത്ത വാക്യം, 27-ാമത്തെ വാക്യം. കാന്തക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറൂസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യെശയ്യായുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പീലിപ്പോസ് അവന്റെ അടുക്കൽ ഓടിയെത്തിയിട്ട് രഥത്തോട് ചേർന്ന് ഇങ്ങനെ മുട്ടി നടന്ന്. അപ്പോൾ നിങ്ങൾ കാറിൽ പോവുകയാണെങ്കിൽ കാറിന്റെ സൈഡിലെ ചില്ലിനോട് ചേർന്ന് മുട്ടി നടന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അതിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പോസ് അങ്ങനെ രഥത്തിനുള്ളിലേക്ക് നോക്കിയപ്പോ ഇതാ ആ എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഉടനെ ഈ ഫിലിപ്പോസ് ആത്മാവിനാൽ പ്രചോദിതനായി ഒരു ചോദ്യം ചോദിച്ചു, വായിക്കുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഭണ്ഡാര വിചാരിപ്പുകാരൻ പറയുകയാണ്, കാര്യം വലിയ ധനമന്ത്രിയൊക്കെയാണ്, പക്ഷെ എളിമയുണ്ട്. അദ്ദേഹം പറയാണ്, ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരാതെ ഞാൻ ഇത് എങ്ങനെ മനസ്സിലാക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു വണ്ടിയിൽ ഒരു മൂലയിൽ ഇരുന്ന് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്, അത് ക്രിസ്ത്യാനിയൊന്നുമല്ല, എത്യോപ്യ രാജ്ഞി, ആഫ്രിക്കയിലെ ഏതോ ഒരു രാജ്യം, അവിടെ ഒരു രാജ്ഞി, അതിൻ്റെ ഒരു ഭണ്ഡാര വിചാരിപ്പുകാരൻ. ആ ഭണ്ഡാര വിചാരിപ്പുകാരന് ബൈബിള് വായിച്ചിട്ട് മനസ്സിലാകണില്ല. അതിൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. ഇതെന്താപ്പാ, ഇത് ഏതപ്പാ കോതമംഗലം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കണത്, യെശയ്യാ എന്ത്, ജെറമ്യ എന്ത്, അതിന് വല്ലതും പിടിയുണ്ട്. അതങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇത് സ്വർഗത്തിലെ ദൈവം കണ്ട്, ഇതാ യെശയ്യാ പ്രവാചകൻ ഗ്രന്ഥം വായിച്ചിട്ട് മനസ്സിലാകാത്ത ഒരാള് ഭൂമിയിൽ ഒരു രഥത്തിന്റെ മൂലയിരുന്ന് ഹൃദയത്തിൽ നെടുവീർപ്പിടുകയാണ്. ആ നെടുവീർപ്പ്, ആ വേദന, ആ രഥം, ആ മനുഷ്യൻ ഇരുന്ന സീറ്റ് ഇതാ സ്വർഗത്തിലെ ദൈവം കണ്ട്. ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദൂതനെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച്, പീലിപ്പോസ് എന്ന് പറഞ്ഞ ഒരാള് ആ പട്ടണത്തിൽ വേറെ സ്ഥലത്തിരിക്കുകയാണ്. പീലിപ്പോസിനെ എഴുന്നേപ്പിച്ച് ഓടിച്ച് രഥത്തിന് കൂടെ നടത്തിച്ച് അങ്ങോട്ട് കയറി ഇടപെടിച്ച് ചോദിച്ച്, വായിക്കണത് വല്ലത് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് സ്വർഗം നേരിട്ട് സംസാരിക്കുകയാണ്, പക്ഷേ പീലിപ്പോസിലൂടെയാണ് സംസാരിക്കുന്നത്. ഉടനെ ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരാതെ എങ്ങനെ ഇത് മനസ്സിലാക്കും? ആ എളിയ പൈതൽ പറഞ്ഞു. ഉടനെ രഥം കയറിയിരുന്നു, വ്യാഖ്യാനിച്ചു കൊടുത്തു. രഥം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഇതാ ഒരു വിജന പ്രദേശത്തെത്തിയപ്പോൾ, ഒരു കുളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞു, എനിക്ക് സ്നാനം മുങ്ങണം. അങ്ങനെ മാമോദിസ കൊടുത്ത്. നോക്ക്, രക്ഷയ്ക്ക് വേണ്ടി ദാഹിച്ച ആ ആത്മാവിന്റെ വേദന സ്വർഗത്തിൽ നിന്ന് കണ്ട ഒരു ദൈവത്തെ അല്ലേ അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ മാത്രമേ ദൈവം കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലരുടെ പ്രശ്നങ്ങൾ മാത്രമേ ദൈവം കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അസീസി പുണ്യാളന്റെ മദർ തെരേസയുടെ ഒക്കെ പ്രശ്നങ്ങൾ കൂടെ ദൈവം ഉള്ളൂ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് വേദന ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ നെടുവീർപ്പുകളെ അവിടുന്ന് കാണുന്നുണ്ട്, അവിടുന്ന് അറിയുന്നുണ്ട്. ആ ഭണ്ഡാര വിചാരിപ്പുകാരന്റെ ഹൃദയത്തിന്റെ വേദന അവൻ അറിഞ്ഞ് അത് പരിഹരിക്കാൻ പറ്റിയ ഒരു ദൂതനെ വിട്ട്, ആ ദൂതൻ അതിന് പറ്റിയ ഒരാളെ ഭൂമി കണ്ടെത്തി, എന്നിട്ട് ഇവരെ തമ്മിൽ കൂട്ടിമുട്ടിച്ച്, പ്രൈസ് ദി ലോർഡ്, ആ പ്രശ്നത്തെ പരിഹരിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ അറിയുന്നവനായ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ഒരു ദൂതനെ അയക്കും എന്നുള്ളത് തിരുലിഖിത പ്രകാരമുള്ള സത്യമാണ്. ആ ദൂതൻ ഈ ഭൂമിയിൽ വന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു നേതാവിനെയോ, ഒരു ഉദ്യോഗസ്ഥനെയോ, ഒരു പ്രാർത്ഥനക്കാരനെയോ, ഒരു കുടുംബാംഗത്തെയോ, ഒരു ബന്ധുവിനെയോ, ആരെയെങ്കിലും ഒരാളെ ഉയർത്തി നമ്മളുമായിട്ട് കൂട്ടിമുട്ടിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ആ ചേട്ടൻ പറയാണ്, ആ ചേട്ടന് വർഷങ്ങളായി അറിയാതെ ഇങ്ങനെ മൂത്രം തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുക? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ 2005 ഡിസംബറിൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അന്ന് മുതൽക്ക് ഇന്ന് വരെയും എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്ന സമയത്ത് പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. മൂത്രം ഞാൻ അറിയാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അതാരോടും പറയാൻ പറ്റാത്ത ഒരു രഹസ്യ രോഗമായതിനാൽ ഞാൻ ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ 66 വയസ്സായില്ലേ, ഞരമ്പുകൾക്കെല്ലാം തളർച്ച സംഭവിച്ചിട്ടുണ്ടാകാം, അത് കാരണം കൊണ്ടായിരിക്കാം, അതുകൊണ്ട് മരുന്ന് കഴിക്കൂ, മാറുമ്പോൾ മാറും എന്ന് പറഞ്ഞ് സമാധാനിച്ച് ഇതേവരെയും ജീവിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ 16-ാം തീയതി മുതൽക്ക് ഈ ധ്യാനത്തിൽ 20-ാം തീയതി വരെ സംബന്ധിച്ചു. എനിക്ക് 16-ാം ഈ ദൈവശബ്ദം കൺവെൻഷനിൽ കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ഇങ്ങോട്ട് മുടങ്ങാതെ ഇങ്ങോട്ട് പങ്കെടുത്ത് ഈ അവസ്ഥയോട് കൂടിയാണ് വന്ന് പങ്കെടുത്തുകൊണ്ടിരുന്നത്. 16-ാം തീയതി ആരാധന സമയത്ത് എൻ്റെ ശരീരത്തിൽ കൂടെ ഒരു കറന്റ് പാസ് ചെയ്യുന്ന മാതിരി ഒരു കിട്ടുകിട്ടാന്നൊരു ശബ്ദം. അപ്പം ഞാൻ വിചാരിച്ചു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്താലേ അതെന്തെങ്കിലും വല്ല കൊളസ്ട്രോളിൻ്റെയോ അല്ല പ്രഷറിൻ്റെയോ ഷുഗറിൻ്റെയോ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിൻ്റെ അത് എങ്ങാനും ആയിരിക്കാമെന്ന് വിചാരിച്ച് സംശയിച്ചു ഞാൻ. പക്ഷേ കർത്താവ് എന്നിൽ വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് എനിക്ക് പറയാൻ യാതൊരു നിർവാഹവും ഇല്ല. കാരണം ഡോക്ടർമാരുടെ മരുന്നിനോ മറ്റുള്ള ഒരു കാര്യത്തിനും എന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കാത്ത ഈ രോഗിയായ എന്നെ കർത്താവ് 16-ാം തീയതി ബുധനാഴ്ചത്തെ ആദ്യത്തെ ദിവസത്തെ എനിക്ക് നൽകിയിട്ടില്ല എന്ന് കർത്താവിന്റെ മുമ്പിൽ ഞാൻ സാക്ഷ്യം. ആദ്യത്തെ ദിവസം ആരാധനാ സമയത്തല്ലേ സംഭവിച്ചത്? ആദ്യ ദിവസം ആരാധനാ സമയത്ത് ശരീരത്തോടെ കറണ്ട് പാസ് ചെയ്യുന്ന മാതിരി അനുഭവം കിട്ടുകിട്ടാന്നൊരു സംഭവങ്ങൾ സ്വരങ്ങളില്ല. ആ സമയത്ത് അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ മാറി. അപ്പം തൊട്ട് പിന്നെ ഈ സഹോദരൻ സാധാരണ പോലെയായി മാറി. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വളരെ കാലം ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച രാജാവ്, ആ രാജാവിന്റെ പേരാണ് ഹെസക്കിയ രാജാവ്. ഈ ഹെസക്കിയ രാജാവിന്റെ ജീവിതത്തിൽ ഒരു കഠിന രോഗം വന്നപ്പോൾ വൈദ്യന്മാരെല്ലാം പറഞ്ഞു ഇനി രക്ഷയില്ല, മരിച്ചു പോകുമെന്ന് അങ്ങോട്ട് പറഞ്ഞു. വൈദ്യന്മാര് മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് പറഞ്ഞു, ഇതാ നിങ്ങൾ മരിക്കുന്നതാണ് ഞാൻ കാണുന്നത്, 3 ദിവസത്തിനുള്ളിൽ മരിക്കും. 3 ദിവസം കൊണ്ട് എഴുതാനുള്ള ആധാരവും പട്ടയൊക്കെ എഴുതി വേറെ ആളുടെ പേരിലാക്കിക്കൊള്ളുക, എല്ലാ ഡോക്യുമെന്റ് എഴുതിക്കോളും, മരണപത്രം എഴുതുക, വിൽപത്രം എഴുതുക, എല്ലാം എഴുതിക്കൊള്ളാൻ പറഞ്ഞ് ഇതാ യേശയ്യാ പ്രവാചകനെ സ്വർഗത്തിന്റെ ദൈവം ഈ ഹെസക്കിയ രാജാവ്, വിശുദ്ധനായ ഈ ഹെസക്കിയ രാജാവിന്റെ വീട്ടിലേക്ക് അയച്ചു. അതാണ് 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ യേശയ്യാ പ്രവാചകൻ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. ഇതാണ് സ്വർഗം കൊടുത്ത മെസ്സേജ്. ദൈവം ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്, നീ മരിക്കും, 3 ദിവസം നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല, അതുകൊണ്ട് വേഗം കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഹെസക്കിയ ദൈവവചന പരിജ്ഞാനമുള്ളവനും ആത്മാവിന്റെ പരിജ്ഞാനമുള്ളവനായിരുന്നു. ഹെസക്കിയ എന്തു ചെയ്തു? ഹെസക്കിയ ചുമരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കടന്ന് കരഞ്ഞു. അതാണ് 2-ാമത്തെ വാക്യം. ഹെസക്കിയ ചുമരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. നമ്മുടെ ഒരു കരച്ചില് ദൈവം കാണുന്നുണ്ട്. നമ്മുടെ ഒരു സംസാരം അത് വലിയ ഒച്ചയെന്ന് വേണമെന്നില്ല, നമ്മൾ തിരിഞ്ഞു കടന്ന് ഹൃദയത്തിന്റെ പരമാർത്ഥതയോട് സംസാരിച്ചാൽ ആ സംസാരം ദൈവം അറിയുന്നുണ്ട്. ദൈവമേ ഓർക്കണമേ, ഞാൻ എത്ര പരമാർത്ഥതയാണ് പ്രവർത്തിച്ചെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റാതെ അവൻ ദുഃഖത്തോടെ കരഞ്ഞ്. 4-ാമത്തെ വാക്യം. കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യെശയ്യായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയായോട് അവന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു അരുളി ചെയ്യുക, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും നിന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. നോക്ക്, ഒരു കരച്ചിൽ കണ്ട്, ഒരു പ്രാർത്ഥന അത് അവൻ കേട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒന്ന് കരഞ്ഞാൽ അത് കാണുന്നവനാണ് ദൈവം. നമ്മൾ രോഗിയാന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നിട്ടുന്ന കാര്യം. പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് കടബാധിയ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരുന്ന കാര്യം. ഈ ഹൃദയത്തെ, ഈ മനസ്സിനെ, ഈ വേദനയെല്ലാം അറിയുന്നവനാണ് ദൈവം. ഒരു കുടുംബം ഒരു അനുഭവം പറഞ്ഞിങ്ങനെയാണ്. ആ കുടുംബത്തിന് സ്കാനിങ് നടത്തി നോക്കിയപ്പോൾ കുട്ടിക്ക് 3-4 മുച്ചുണ്ടോ അങ്ങനെ എന്തോ, ഒന്നല്ല പലതൊക്കെ കീറി ചുണ്ടും വായെല്ലാം പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഉദരശിശുവിന്റെ കാര്യത്തിൽ അവർ സ്കാനിങ് നടത്തിയപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന്റെ നാഥയും വിശ്വാസമുള്ള, വേറെ വല്ലവരെ കൊണ്ട് അപേക്ഷ ചെയ്തേനേയും, ഈ കുടുംബനാഥനും കുടുംബ വിശ്വാസമുള്ളതാണ്. അത് കർത്താവിനൊപ്പം കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്ന് ഒന്നും കൂടെ വിശദമായ സ്കാനിങ് നടത്തിയപ്പോൾ ചുണ്ട് മാത്രമല്ല മോണയും കൂടെ പിളർന്നിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇതിങ്ങനെയാണ് ഇത് സ്ഥിതി എന്ന് പറഞ്ഞ് ചിത്രം കാണിച്ചു കൊടുത്ത്
അവർ പറഞ്ഞു ചിത്രമൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെയും ഇവർ കരഞ്ഞു. എന്നിട്ട് കുട്ടീനെ പ്രസവിച്ച് നോക്കിയപ്പോൾ ഒരു കേടുമില്ലാത്ത കുട്ടി. അവരുടെ തന്നെ വാക്കിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കളമശ്ശേരി എന്ന സ്ഥലത്ത് നിന്ന് മോന്റെ കൊച്ചിന്റെ സാക്ഷ്യം പറഞ്ഞ കൊച്ചാണ് കരഞ്ഞോണ്ടിരിക്കുന്നത്. പറഞ്ഞോ. 5ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോ ചുണ്ട് കീറിയതാണെന്ന് പറഞ്ഞു. ഈശോയെ. അപ്പൊ അതുകൊണ്ടുണ്ട് വേറെ സ്ഥലത്ത് സ്കാൻ ചെയ്ത്. അതുപോലെ ചുണ്ട് മാത്രമല്ല മോണയും പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ആദ്യം ഒരു സ്ഥലത്ത് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു കുട്ടിയുടെ 5ാം മാസത്തിൽ ഉദര ശിശുവിനെ സ്കാൻ ചെയ്തപ്പോൾ ചുണ്ട് കീറി കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ കുറച്ചും കൂടെ വിദഗ്ധമായ മറ്റൊരു സ്ഥലത്ത് കംപ്ലീറ്റ് സ്കാനിങ് എടുത്ത് ശരിക്കും എടുത്ത് നോക്കിയപ്പോൾ ചുണ്ട് മാത്രമല്ല മോണയെല്ലാം ഇങ്ങനെ രണ്ടായിട്ട് പോയിരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഞാനപ്പോ മെയ് മാസത്തില് കഴിഞ്ഞ മെയ് മാസത്തിൽ അപ്പൊ ഇവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ അപേക്ഷ എഴുതിയിട്ട് ഇങ്ങനെ കൊച്ചിനെ ഒന്നുമില്ലാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കൊച്ചിനെ കൊണ്ടുവന്ന് അപ്പൊ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയപ്പോ ഇവരെന്ത് ചെയ്തു? ഇവര് വിശ്വാസമുള്ള ഈ അമ്മച്ചി ഒറ്റ പ്രാർത്ഥന, ചങ്ക് നുറുങ്ങിയൊരു ഹൃദയം നുറുങ്ങിയൊരു പ്രാർത്ഥന, എന്റെ മകന്റെ കുട്ടിക്ക് ഒരു കേടുമില്ലാതെ കിട്ടിയാൽ ഞാൻ ഇവിടെ ഈ അൾത്താരയിൽ എന്റെ മകന്റെ കുട്ടിയെ കൊണ്ട് ഞാൻ യേശുവിനെ മഹത്വപ്പെടുത്തുമെന്ന് ഒറ്റ നേർച്ച ഹൃദയത്തിന്റെ ഉള്ളിൽ ഞങ്ങളുടെ നേർന്നു. ഒരു കുഴപ്പമില്ല. കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ചുണ്ടിന് കീറലോ അങ്ങനെ വല്ലതും ഉണ്ടോ? ചുണ്ടോ മോണെ വല്ലതും കീറിയിട്ടുണ്ടോ? ഒന്നുമില്ലാതെ ആ കുട്ടിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇപ്പോൾ നോക്കാവുന്നതാണ്. ഹല്ലേലൂയ. ചുണ്ടിന് യാതൊരു കേടുമില്ലാത്ത കുട്ടി. നിങ്ങൾ കാണാൻ വേണ്ടി കുട്ടി ശരിക്കും ചുണ്ടെന്ന് ശരിക്കും കരഞ്ഞെന്ന് കാണിക്കണോണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഈ അമ്മച്ചിയുടെ വിശ്വാസം കണ്ട് കർത്താവ് ഈ അമ്മച്ചിയുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കുടുംബത്തിലേക്ക് അങ്ങോട്ട് ഇടപെട്ട്. ശരിക്കും മെഡിക്കൽ സയൻസ് ഒരിക്കലും ഒരു കാര്യം ആവശ്യമില്ലാതെ പറയില്ല. കൃത്യമായി കാണുന്ന കാര്യമാണ് മെഡിക്കൽ സയൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആദ്യം ഡോക്ടർ നോക്കിയ ചുണ്ട് കീറിയത് കണ്ടു. പിന്നെ വിശദമായ പരിശോധന, ചുണ്ട് മാത്രമല്ല മോണയും കൂടെ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നിരിക്കണ കീറി അങ്ങനെ വിട്ടു നിൽക്കുന്ന സംഭവമാണ് കണ്ടത്. അത് കണ്ടതുപോലെ ഇവരോട് പറഞ്ഞു. ഇവരത് ശരി, അതൊക്കെ ശരി, ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അവർ ജീവിക്കുന്ന യേശുവിനെ ആരാധിച്ച് ആ ദുഃഖത്തിൽ ദൈവം ഇടപെട്ട് യാതൊരു കുഴപ്പമില്ലാത്ത ആരോഗ്യമുള്ള ഒരു കുട്ടിയെ കൊടുത്ത്, അല്ലെങ്കിൽ ഡിഫക്റ്റ് ഇല്ലാത്ത ഒരു ചുണ്ടോടുകൂടി ഒരു കുട്ടിയെ കൊടുത്ത് കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം ഇതാ മറ്റൊരു വ്യക്തിയുടെ മറ്റൊരു പ്രശ്നം നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ഈശോ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഈശോ അങ്ങനെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് മുമ്പ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട്. പക്ഷെ ഈശോ പ്രത്യക്ഷപ്പെട്ട സമയത്ത് തോമാസ് ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതം തോമാസ് ശ്ലീഹ ഇല്ലാത്ത സമയത്ത് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ശിഷ്യന്മാര് തോമാസ് ശ്ലീഹ വന്നപ്പോൾ പറഞ്ഞു, ദേ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിവരിച്ച്. അപ്പോൾ തോമാസ് ശ്ലീഹയ്ക്ക് സങ്കടമായി. ഞാൻ 12 വർഷം കൂടെ നടന്നല്ലേ, എന്തുകൊണ്ട് എനിക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടു, ബാക്കി 11 പേർക്ക് ഒരു പരിഭവം, ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം. തോമാസ് ശ്ലീഹയ്ക്ക് ഒരു വിഷമം. തോമാസ് ശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവിനെ കണ്ട് എൻ്റെ കൈകൾ അവൻ്റെ പാർശ്വങ്ങളിൽ വെച്ചിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന് ആ വീടിൻ്റെ മൂലയിരുന്ന് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ തോമാസ് ശ്ലീഹ പറഞ്ഞ്. അത് ദൈവം കണ്ട് 24 മുതൽ തിരുലിഖിതങ്ങൾ 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അവനെ ഞാൻ കാണണം, അവൻ്റെ പാർശ്വത്തിൽ കൈ വെച്ചല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. ഹൃദയത്തിൻ്റെ ഒരു വേദനയാണത്. ഞാൻ 12 പേരുടെ കൂടെ ഞങ്ങൾ 12 പേര് ഒന്നിച്ച് കാണുന്നുണ്ട്, ബാക്കി 11 പേർക്കും കാണും, എന്നെ മാത്രം ഒഴിവാക്കി. ഒരു വേദനയാണത്. അതുകൊണ്ട് കർത്താവിനോട് ഒറ്റ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, കർത്താവ് അത് കണ്ട്, സ്വർഗം അത് കണ്ട്, ദൈവം അത് കണ്ട് ഇടപെട്ട്. അതാണ് തുടർന്ന് വരുന്ന വാക്യങ്ങൾ. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യം നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. തോമാസ് ശ്ലീഹ എന്താണോ പറഞ്ഞത് അതേ വാക്കുകൾ, ഇവിടെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമോ ഒന്നും നടന്നിട്ടില്ല. പ്രത്യക്ഷപ്പെട്ട ആദ്യം പറഞ്ഞെന്താ? നിന്റെ വിരൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിൻ്റെ അർത്ഥം എന്താ? അന്ന് ആ മൂലയിരുന്ന് തോമാസ് ശ്ലീഹ പറഞ്ഞത് കർത്താവ് കേട്ട്, സ്വർഗ്ഗം അത് കേട്ട്. എന്നിട്ട് അതേ വാക്കുകൊണ്ട് പറയാം, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ വെക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറയണ ഓരോ വാക്കും ദൈവം കേൾക്കുന്നുണ്ട്.
നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പറയുന്ന കാര്യം പോലും ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. 139 സങ്കീർത്തനത്തിൽ 5-ാമത്തെ തിരുലിഖിതം, അവിടുന്ന് എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണ് ഈ അറിവ്. ഹല്ലേലൂയ. എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണ് ഈ അറിവ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഇരുന്ന് ആ കസയിരുന്ന് ചിന്തിക്കുന്ന ഈ ചിന്ത സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. Lord Jesus. കാത്തിരിക്കുന്നു ദൈവമേ, അങ്ങേക്കർപ്പിക്കാൻ എൻ്റെ ജീവിതം. കാത്തിരിക്കുന്നു ദൈവമേ, അങ്ങേക്കർപ്പിക്കാൻ എൻ്റെ ജീവിതം. കാഴ്ചയേകുന്നു സ്നേഹമേ, കന്മഷം തിങ്ങുമെൻ മാനസം. കാഴ്ചയേകുന്നു സ്നേഹമേ, കന്മഷം തിങ്ങുമെൻ മാനസം. യെരമിയായുടെ പുസ്തകം 31-ാം അധ്യായം 16-ാം തിരുലിഖിതം. നിന്റെ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി നമ്മുടെ കൂടെ നമ്മുടെ ഭാവി പ്രത്യാശാഭരിതമാക്കാൻ ഇടപെടുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗീയ രാജാവേ, കുടുംബങ്ങളുടെ മേൽ അത്ഭുതകരമായി വ്യാപരിക്കണമേ. ഓ സ്വർഗീയ രാജാവേ, ജീവിതങ്ങളുടെ മേൽ അത്ഭുതകരമായി വ്യാപരിക്കണമേ. ഓ സ്വർഗീയ രാജാവേ, എല്ലാ കണ്ണുനീരിന്റെ മേലും വ്യാപരിക്കണമേ. നിലവിളിക്ക് ഉത്തരം നൽകുന്നവനെ, ഇപ്പോൾ കുടുംബങ്ങൾ ഇടപെടണമേ. കാലങ്ങളായുള്ള കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും അത്ഭുതകരമായ ദൈവസ്നേഹം നിറയട്ടെ, പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ, സ്വർഗീയ സൗഖ്യങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കാഴ്ചയേകുന്നു സ്നേഹമേ, കന്മഷം തിങ്ങുമെൻ മാനസം. കാഴ്ചയേകുന്നു സ്നേഹമേ, കന്മഷം തിങ്ങുമെൻ മാനസം. Lord Jesus.